അതിവേഗ വാർത്ത. ആശാപ്രവർത്തകരുടെ സമരം സബ്മിഷനായി സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. സമരം ഒത്തുതീർപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് വി.ഡി. സതീശൻ. സമരക്കാർ നിർബന്ധ ബുദ്ധിയും ശാഠ്യവും പിടിച്ചതാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമെന്ന് മന്ത്രി എം.പി. രാജേഷ്. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാരുടെ നിരാഹാര സമരം തുടരുന്നു. ആശമാർക്ക് ലഭിക്കേണ്ട ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് ആശാവർക്കർമാർ. സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയം അവസാനിപ്പിക്കണമെന്നും ആശാവർക്കർമാർ. ഡൽഹിയിലേക്ക് യാത്ര നടത്തിയതിൽ വിശദീകരണവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാണ് ഡൽഹിയിൽ വന്നതെന്ന് ആരോടും പറഞ്ഞിട്ടില്ല എന്ന് മന്ത്രി. അനുവാദം ലഭിച്ചാൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുമെന്നാണ് പറഞ്ഞത്. ഇന്നലെ തന്നെ കാണുമെന്ന് പറഞ്ഞില്ല. ആശമാരുടെ വിഷയത്തിൽ ആദ്യമായല്ല കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ വന്ന് കാണുന്നത് എന്നും വീണ ജോർജ്. ആരോഗ്യമന്ത്രി ഡൽഹിയിൽ പോയത് ആശാവർക്കർമാർക്ക് വേണ്ടിയാണ് എന്ന പ്രചാരണം അവസാനിപ്പിക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. നേതാവുമായ വി. മുരളീധരൻ. പൊതുപ്രവർത്തനത്തിലെ സത്യസന്ധത വീണ ജോർജ് കാണിക്കണം. ക്യൂബൻ സംഘത്തെ കാണാനാണ് മന്ത്രി ഡൽഹിയിൽ പോയത് എന്നും അതിന്റെ ചെലവ് ആശമാരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുത് എന്നും വി. മുരളീധരൻ. ആശാപ്രവർത്തകരെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത് മഴവിൽ സഖ്യമാണ് എന്ന് വിമർശിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാസ്റ്റർ. SUCA-യും ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും സമരത്തിന് പിന്നിലുണ്ട്. UDF ആശാസമരത്തിന്റെ പിന്നാലെയാണെന്നും കുറ്റപ്പെടുത്തൽ. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് ആശമാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനല്ല വീണ ജോർജ് ഡൽഹിയിൽ പോയതെന്നും M.V. ഗോവിന്ദൻ മാസ്റ്റർ. എറണാകുളം കുറുപ്പുംപടിയിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ അമ്മയുടെ ആൺ സുഹൃത്ത് പീഡിപ്പിച്ച സംഭവത്തിൽ അമ്മയെ കസ്റ്റഡിയിലെടുത്തു. കുട്ടികളെ പീഡിപ്പിച്ചത് അമ്മയുടെ അറിവോടെയെന്ന് പ്രതി ധനേഷ് മൊഴി നൽകിയതായി പോലീസ്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുറുപ്പുംപടി പോലീസ് അമ്മയെ പ്രതിയാക്കി പുതിയ കേസെടുത്തു. നിലവിൽ പെൺകുട്ടികളെ ശിശുക്ഷേമ സമിതിയുടെ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇരുവർക്കും കൗൺസിലിംഗ് നൽകുമെന്ന് ശിശുക്ഷേമ സമിതി. കണ്ണൂരിലെ BJP പ്രവർത്തകനായിരുന്ന സൂരജിനെ കൊലപ്പെടുത്തിയ കേസിൽ 9 പ്രതികൾ കുറ്റക്കാർ. 10ാം പ്രതി നാഗത്താൻകോട്ട പ്രകാശനെ വെറുതെ വിട്ടു. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. കൊലപാതക കുറ്റവും ഗൂഢാലോചനയും തെളിഞ്ഞു. ശിക്ഷാവിധി തിങ്കളാഴ്ച. സൂരജിനെ CPIM പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത് 2005 ഓഗസ്റ്റ് 7-ന്. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം കർശനമായി നിയന്ത്രിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. എൻഫോഴ്സ്മെന്റ് കൂടുതൽ ശക്തമാക്കും. കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, തൃശൂർ ജില്ലകളിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം മരണകാരണമാകുന്നുണ്ടെന്നും മന്ത്രി. കണ്ണൂരിലെ ഓട്ടോ ഡ്രൈവറെ വെടിവെച്ചു കൊന്നത് വ്യക്തിവൈരാഗ്യം മൂലമെന്ന് FIR. പ്രതി സന്തോഷും മരിച്ച രാധാകൃഷ്ണന്റെ ഭാര്യയും തമ്മിൽ സൗഹൃദം തുടരാൻ കഴിയാത്തതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും FIR. കൊലയ്ക്കുപയോഗിച്ച തോക്കിനായി തെരച്ചിൽ തുടരുന്നു. യാക്കോബായ സഭയുടെ കാത്തോലിക്ക വാഴ്ചയ്ക്ക് സർക്കാർ പ്രതിനിധി സംഘത്തെ അയക്കുന്നതിന് കോടതിയുടെ അനുമതി ഉണ്ട് എന്ന് കരുതേണ്ടതില്ല എന്ന് ഹൈക്കോടതി. സർക്കാർ പ്രതിനിധികൾ പങ്കെടുക്കുന്നതിനെതിരെ കുന്നംകുളം സ്വദേശി വിൽഫ്രഡ് ചീരൻ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. കാത്തോലിക്ക വാഴ്ച സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. കൊച്ചിയിൽ പെൺ സുഹൃത്തിനോട് സംസാരിച്ചതിന് യുവാവിന് ക്രൂരമർദ്ദനം. കൊച്ചി മുളവുകാടാണ് സംഭവം. കാപ്പ കേസ് പ്രതി ശ്രീരാജാണ് യുവാവിനെ മർദ്ദിച്ചത്. കത്തികൊണ്ട് ഭീഷണിപ്പെടുത്തുകയും ഇരുമ്പ് വടി കൊണ്ട് മർദ്ദിക്കുകയുമായിരുന്നു. ശ്രീരാജിനെ മുളവുകാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് നാദാപുരത്ത് +1 വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. MIM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. മർദ്ദിച്ച +2 വിദ്യാർത്ഥികൾക്ക് പോലീസ് നോട്ടീസ് അയക്കും. കേസെടുത്ത 4 വിദ്യാർത്ഥികൾക്കാണ് നോട്ടീസ് അയക്കുക. മലപ്പുറം പെരിന്തൽമണ്ണയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. 3 വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റിരുന്നു. വിദ്യാർത്ഥികൾ തമ്മിലെ വാക്കുതർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു. ആലപ്പുഴ മാന്നാറിൽ യുവാവിനെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ. മാന്നാർ സ്വദേശികളായ ജോർജി ഫ്രാൻസിസ്, തൻസീർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മാർച്ച് 16-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. മാന്നാർ സ്വദേശി രജിത്തിനാണ് മർദ്ദനമേറ്റത്. ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.
ആലപ്പുഴ എടത്വയിൽ മോട്ടോർ മോഷണം സ്ഥിരമാക്കിയ പ്രതികൾ പിടിയിലായി. തലവടി സ്വദേശി കൃഷ്ണകുമാർ, എടത്വ സ്വദേശികളായ ജിതിൻ, ഉത്തമൻ, രാഹുൽ മോൻ എന്നിവരാണ് എടത്വ പോലീസിന്റെ പിടിയിലായത്. വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മോട്ടറാണ് പ്രതികൾ മോഷ്ടിച്ചിരുന്നത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രതികളെ പിടികൂടിയത്. കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ നിർത്തിയിട്ട കാറിൽ നിന്ന് 40 ലക്ഷം രൂപ കവർന്നു. ചില്ലുകൾ തകർത്താണ് കവർച്ച. ഉടമയായ ആനക്കുഴിക്കര സ്വദേശി PM റാഹിസിന്റെ പരാതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് KSEB ജീവനക്കാരൻ ജീവനൊടുക്കിയ നിലയിൽ. ചുള്ളിമാനൂർ സ്വദേശി മുഹമ്മദ് ഷമീമിനെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോത്തൻകോട് KSEB ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തൃശൂർ കുണ്ടന്നൂരിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 21 ചാക്ക് ഓലപ്പടക്കം വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. വെടിക്കെട്ട് കലാകാരൻ സുന്ദരാക്ഷന്റെ വീട്ടുപറമ്പിലെ പുരയിലാണ് ചാക്കുകളിലാക്കി പടക്കം സൂക്ഷിച്ചിരുന്നത്. ലൈസൻസ് ഇല്ലാതെ ഓലപ്പടക്കം സൂക്ഷിച്ചതിന് സുന്ദരാക്ഷനെ അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര വെള്ളറടയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച 2 പേർക്ക് പരിക്ക്. കിളിയൂർ സ്വദേശി കാശിനാഥൻ, പൊന്നമ്പി സ്വദേശി ഉണ്ണി എന്നിവർക്കാണ് പരിക്കേറ്റത്. വാഹനത്തിനെ മറികടക്കുന്നതിനിടയിലായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വളഞ്ഞവട്ടം സ്വദേശി സക്കറിയ ആണ് മരിച്ചത്. ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. എറണാകുളം SRM റോഡിൽ യുവാവിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. യുവാവിനെ കാറിന്റെ ബോണറ്റിന് മുകളിൽ കിടത്തി 1/2 കിലോമീറ്ററോളം റോഡിലൂടെ വലിച്ചിഴച്ചു. 4 യുവാക്കളാണ് കാറിലുണ്ടായിരുന്നത്. എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തു. കോഴിക്കോട് ഫറൂഖ് നഗരസഭയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ നഗരസഭാ ജീവനക്കാരനെ വിജിലൻസ് പിടികൂടി. ക്ലീൻ സിറ്റി മാനേജർ VK രാജീവനെയാണ് പിടികൂടിയത്. മിനറൽ വാട്ടർ ഏജൻസി തുടങ്ങാനുള്ള ലൈസൻസ് ശരിയാക്കി നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് VK രാജീവൻ പണം വാങ്ങിയത്. തിരുവനന്തപുരം കാട്ടാക്കട മൈലാടിക്ക് സമീപം പ്രവർത്തിക്കുന്ന ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ഷോപ്പിൽ തീപിടുത്തമുണ്ടായത് അഗ്നിശമന സേന അണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. തൃശൂരിൽ നന്ദിലത്ത് ചന്തു എന്ന് വിളിപ്പേരുള്ള ആന ചരിഞ്ഞു. 24 വയസ്സായിരുന്നു. പറപ്പൂക്കരയിലായിരുന്നു അന്ത്യം. ഹൃദയാഘാതമാണ് കാരണമെന്നാണ് നിഗമനം. തൃശൂർ കുണ്ടായിയിൽ പുലി പശുക്കുട്ടിയെ ആക്രമിച്ചു. 4 മാസം പ്രായമായ പശുക്കുട്ടിയുടെ കഴുത്തിന് പരിക്കേറ്റു. പാലപ്പിള്ളിയിൽ നിന്ന് വനപാലകരെത്തി പരിശോധിച്ചുവെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പശുക്കുട്ടിയുടെ മുറിവുകൾ പരിശോധിച്ചതിൽ പുലിയാണ് ആക്രമിച്ചത് എന്ന് വനപാലകർ സ്ഥിരീകരിച്ചു. വാർഡംഗം ഷീല ശിവരാമന്റെ പശുക്കുട്ടിയെയാണ് പുലി ആക്രമിച്ചത്. തൃശൂർ പാവറട്ടി വിളക്കുപാടത്ത് കൃഷിയിടത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണം. ദേവസൂര്യ കലാവേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെ കൃഷിയിടമാണ് കാട്ടുപന്നി നശിപ്പിച്ചത്. അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. തൃശൂരിൽ വിസ തട്ടിപ്പിൽ 2 പേർ അറസ്റ്റിൽ. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ നൽകാമെന്ന് വാഗ്ദാനം നൽകി നിരവധി ആളുകളിൽ നിന്ന് 15 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറുനല്ലൂർ സ്വദേശിയായ യൂസഫ് അലി, മാടക്കത്തറ സ്വദേശി ഷമീർ സോനു എന്നിവരാണ് അറസ്റ്റിലായത്. കൊല്ലം ചടയമംഗലത്ത് 71-കാരിയുടെ 4.5 പവന്റെ സ്വർണ്ണമാല വീട്ടിൽ കയറി മോഷ്ടിച്ച ഓട്ടോ ഡ്രൈവറെ മണിക്കൂറുകൾക്കുള്ളിൽ ചടയമംഗലം പോലീസ് പിടികൂടി. മുരുക്കുമൺ സ്വദേശി പ്രദീപാണ് പിടിയിലായത്. വ്യാഴാഴ്ച പൊതിച്ചോറ് വീടിനുള്ളിൽ കൊണ്ടുവച്ച ശേഷം ഓമനയുടെ കഴുത്തിൽ കിടന്ന 4.5 പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ച് കടന്നുകളയുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കോട്ടയം കടപ്ലാമറ്റം വയലായിൽ പോലീസുകാർക്ക് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണം. 3 പോലീസുകാർക്ക് പരിക്കേറ്റു. 6 പേർ പിടിയിൽ. 6-അംഗ സംഘം ലഹരി ഉപയോഗിച്ച ശേഷം ബഹളം വയ്ക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ പോലീസുകാരെയാണ് സംഘം ആക്രമിച്ചത്. കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവ് മയക്കുമരുന്നായ MDMA വിഴുങ്ങിയതായി സംശയം. അരയത്തുംചാൽ സ്വദേശി ഫായിസ് പോലീസിന്റെ പിടിയിലായി. പരിശോധനയ്ക്കായി ഫായിസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൊല്ലത്ത് നിരോധിത മയക്കുഗുളികകളുമായി യുവാവ് പിടിയിൽ. ബീച്ച് സ്വദേശി രാജീവാണ് പിടിയിലായത്. മുണ്ടക്കൽ കൊണ്ടേയത്ത് പാലത്തിന് സമീപത്തെ വാടക വീട്ടിൽ നിന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പ്രതിയെ പിടികൂടിയത്. ഇയാളുടെ വാടക വീട്ടിൽ നിന്ന് അർബുദത്തിന് ഉപയോഗിക്കുന്ന വേദനസംഹാരിയായ ടൈഡോൾ, മയക്കുമരുന്നിനത്തിൽപ്പെട്ട
നൈട്രാസെപ്പാം എന്നിവ എക്സൈസ് സംഘം പിടിച്ചെടുത്തു. കണ്ണൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട. 195 ഗ്രാം ഹാഷിഷ് ഓയിലുമായി പ്രതി പിടിയിൽ. മരുതായി പയ്യപ്പറമ്പ് സ്വദേശി കെ നിഷാദാണ് മട്ടന്നൂർ പോലീസിന്റെ പിടിയിലായത്. തിരുവനന്തപുരം നെടുമങ്ങാട് കഞ്ചാവ് കൈവശം സൂക്ഷിച്ച് വിൽപ്പന നടത്തിവന്ന കേസിൽ 2 പേർ അറസ്റ്റിൽ. പനങ്ങോട്ടയിലെ സ്വദേശി ആർ ബിപിൻ, അയിരൂപ്പാറ സ്വദേശി എസ് ഹാഷിം എന്നിവരാണ് പിടിയിലായത്. നെടുമങ്ങാട് മേഖലയിലാണ് ഇവർ കഞ്ചാവ് വിറ്റിരുന്നത്. തൃശൂർ ചേറ്റുവയിൽ കക്കയിറച്ചി വിൽപ്പനയുടെ മറവിൽ ഹാഷിഷ് ഓയിൽ വിൽപ്പന നടത്തിയ യുവാവ് പിടിയിൽ. ഏങ്ങണ്ടിയൂർ സ്വദേശി അഖിലാണ് പിടിയിലായത്. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ വാടാനപ്പള്ളി പോലീസാണ് പ്രതിയെ പിടികൂടിയത്. 66 കിലോ കഞ്ചാവ് കടത്തിയ കേസിലെ പ്രധാനപ്പെട്ട പ്രതി ബംഗളൂരുവിൽ നിന്ന് പിടിയിലായി. 2022 ആണ് കേസിനാസ്പദമായ സംഭവം. 2ാം പ്രതി ജോമോനെയാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് പിടികൂടിയത്. വാഹനത്തിന്റെ രഹസ്യ അറയിലാണ് ജോമോനും സംഘവും കേരളത്തിലേക്ക് കഞ്ചാവ് കൊണ്ടുവന്നിരുന്നത്. തൃശൂർ മണലൂർ ഗവൺമെന്റ് ITI യൂണിയൻ ആർട്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പ്രശസ്ത സിനിമാ നാടക സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെയർമാൻ അദ്വൈത് PK അധ്യക്ഷനായിരുന്നു. തൃശൂർ വടക്കാഞ്ചേരി തിരുത്തിപ്പറമ്പിൽ പിതാവിനെയും മകനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ. തിരുത്തിപ്പറമ്പ് സ്വദേശി രതീഷ് എന്ന മണികണ്ഠൻ, അരവൂർ സ്വദേശി ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. മയക്കുമരുന്നിന് പണം കണ്ടെത്താനായി ബൈക്കുകൾ മോഷ്ടിച്ച് പെട്രോൾ പമ്പുകളിൽ കവർച്ച നടത്തുന്ന 2 പ്രതികൾ അറസ്റ്റിലായി. കേരളത്തിലെ 10 ജില്ലകളിൽ കവർച്ച നടത്തിയ മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി റസൽ ജാസി, അഖീബ് ആഷിഖ് എന്നിവരെയാണ് കോഴിക്കോട് പന്നിയങ്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് വടക്കാഞ്ചേരിയിലെ പെട്രോൾ പമ്പിൽ കവർച്ച നടത്തി കോഴിക്കോട് പുതിയ കവർച്ച ലക്ഷ്യമിട്ടെത്തിയതായിരുന്നു പ്രതികൾ. തൃശൂർ വരന്തരപ്പിള്ളിയിൽ ഓൺലൈൻ തട്ടിപ്പിലൂടെ പണം തട്ടിയ 3 അംഗ സംഘം റിമാൻഡിൽ. മണ്ണമ്പേട്ട സ്വദേശി ഷിൻഡോയുടെ പരാതിയിലാണ് മുഹമ്മദ് ഷാഫി, മുഹമ്മദ് റാഫി, അബ്ദുൽ ഗഫൂർ എന്നിവരെ വരന്തരപ്പിള്ളി പോലീസ് പിടികൂടിയത്. പ്രതികൾ വയനാട്ടിലുണ്ട് എന്നുള്ള വിവരം ലഭിച്ചതനുസരിച്ചാണ് പോലീസ് ഇവരെ പിടികൂടിയത്. കൊല്ലം കുണ്ടറയിൽ പോലീസ് ഇൻസ്പെക്ടറാണ് എന്ന വ്യാജേന കടയിലെത്തി പണം കവർന്നയാൾ പിടിയിലായി. കിഴക്കേ കല്ലട സ്വദേശി ജോൺസൺ ആണ് കുണ്ടറ പോലീസിന്റെ പിടിയിലായത്. പെരുമ്പുഴയിൽ പലചരക്ക് വ്യാപാരം നടത്തി വന്നിരുന്ന അബ്ദുൽ കലാമിന്റെ നാഷണൽ സ്റ്റോറിലാണ് മോഷണം നടന്നത്. വിദേശ വാർത്തകൾ. ഗാസയിലെങ്ങും ഇസ്രയേൽ കനത്ത ആക്രമണം തുടരുകയാണ്. വീടുകൾക്ക് നേരെയുണ്ടായ ബോംബാക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളും അടക്കം 85 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 133 പേർക്ക് പരിക്കേറ്റു. അവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായ 100 കണക്കിന് ആളുകൾക്കായി തെരച്ചിൽ തുടരുകയാണ്. ഹമാസ് ബന്ധം ആരോപിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥിയെ നാട് കടത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം US കോടതി തടഞ്ഞു. ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിദ്യാർത്ഥി ബദർഖാൻ സൂരിയയുടെ നാടുകടത്തിലാണ് വിർജീനിയ കോടതി സ്റ്റേ ചെയ്തത്. അന്തിമ ഉത്തരവുണ്ടാവുന്നതുവരെ ബദർഖാനെതിരെ നടപടി പാടില്ല എന്ന് ജഡ്ജി ഉത്തരവിട്ടു. ഹമാസ് അനുകൂല പ്രചാരണം നടത്തിയെന്നാണ് ബദർഖാനെതിരായ ആരോപണം. അമേരിക്കയിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടാനുള്ള നടപടികൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിനായുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചു. പൊതുവിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണ ചുമതല സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന ലക്ഷ്യത്തോടെയാണ് ഉത്തരവ്. കനേഡിയൻ പൗരന്മാരെ ചൈനയിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് നിയമാനുസൃതമായി ആണ് എന്ന് ചൈന. ലഹരിമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് കനേഡിയൻ പൗരന്മാർക്കെതിരെ വധശിക്ഷ നടപ്പാക്കിയത്. ലഹരിമരുന്ന് സംബന്ധിച്ച കുറ്റകൃത്യങ്ങൾ സമൂഹത്തിന് അത്യന്തം ഹാനികരവുമായ കുറ്റകൃത്യമായാണ് ലോകമെമ്പാടും കണക്കാക്കുന്നത് എന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ്. തുടർച്ചയായി 8ാം വർഷവും ലോക ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഫിൻലൻഡ് ഒന്നാമതെത്തി. ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ വെൽബീയിങ് റിസർച്ച് സെന്റർ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇത്. ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, സ്വീഡൻ എന്നിവയാണ് തൊട്ട് പിന്നിലുള്ള സന്തോഷിക്കുന്ന രാജ്യങ്ങൾ. കഴിഞ്ഞ തവണത്തെ 126ാം സ്ഥാനത്തിൽ നിന്ന് ഇന്ത്യ 118ാമത് സ്ഥാനത്തേക്ക് എത്തി. 2022 നേടിയ 94ാം സ്ഥാനമാണ് ഇന്ത്യയുടെ മികച്ച സ്കോർ. തൃശൂർ കാഞ്ഞാണിയിൽ 24 മണിക്കൂറും സൗജന്യ ആംബുലൻസ് സേവനം നടത്തുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമായ ആഡ്സിന്റെ 18ാമത്തെ ബ്രാഞ്ച് കാഞ്ഞാണിയിൽ ആരംഭിച്ചു. ആഡ്സ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനവും ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫും ഈ മാസം 23 നടക്കും.
ആഡ്സ് കാഞ്ഞാണി ബ്രാഞ്ച് അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇത്. ആഡ്സ് ജനറൽ സെക്രട്ടറിയും തൃശൂർ കോർപ്പറേഷൻ മേയറുമായ MK വർഗീസ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. എറണാകുളം ജില്ലയിലെ മാല്യങ്കര SNM IT എഞ്ചിനീയറിംഗ് കോളേജിലെ ആൻറ്റി നാർക്കോട്ടിക് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. കർമ്മ എന്നാണ് ക്ലബിൻ്റെ പേര്. പ്രിൻസിപ്പാൾ ഡോക്ടർ P. ആത്മാറാം അധ്യക്ഷത വഹിച്ചു. എറണാകുളം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ TM മജു ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇതോടൊപ്പം ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കോഴിക്കോട് മുക്കം നഗരസഭ വയോജനങ്ങൾക്കായുള്ള കട്ടിലുകൾ വിതരണം ചെയ്തു. 54 പട്ടികജാതി ഗുണഭോക്താക്കൾക്കായാണ് ആദ്യഘട്ടത്തിൽ കട്ടിലുകൾ വിതരണം ചെയ്തത്. 6,50,000 രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കട്ടിൽ വിതരണം നഗരസഭാ ചെയർമാൻ PT ബാബു ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വളാഞ്ചേരി നഗരസഭയുടെ കീഴിലുള്ള കാരോട് കുടുക്കാപ്പരുത്തി റോഡിന്റെ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച റോഡ് നഗരസഭാ ചെയർമാനും വാർഡ് കൗൺസിലറുമായ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ കൈനകരി സെന്റ് മേരീസ് LP സ്കൂളിൽ പഠനോത്സവം പരിപാടി സംഘടിപ്പിച്ചു. ശലഭം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കൈനകരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ കാവ്യോത്സവം എന്ന പേരിൽ തയ്യാറാക്കിയ പുസ്തകവും പ്രകാശനം ചെയ്തു. തൃശൂർ മണലൂർ ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡിലെ കോതായി തോടിന്റെ ഉദ്ഘാടനം നടന്നു. മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതിയുടെ 3ാം ഘട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് നീർച്ചാലുകൾ നവീകരിച്ചത്. വീണ സേവ്യർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിരുന്ന് PTA പ്രസിഡന്റ് RH ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ PM സുബ്ര അധ്യക്ഷയായിരുന്നു. അനധ്യാപിക ജീവനക്കാരും അധ്യാപക ജീവനക്കാരും അടക്കമുള്ളവർ പങ്കെടുത്തു. തൃശൂർ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ഭവന നിർമ്മാണത്തിന് പരിഗണന നൽകുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരനാണ് അവതരിപ്പിച്ചത്. ആരോഗ്യമേഖല, കാർഷിക മേഖല, മൃഗസംരക്ഷണം, കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കുമായി പ്രത്യേക പദ്ധതികൾ എന്നിവയെല്ലാം ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണത്തിനും ജലസംരക്ഷണത്തിനും ആവശ്യമായ തുക നീക്കിവച്ചതായും അധികൃതർ അറിയിച്ചു. തൃശൂർ മണലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 2025-26 വർഷത്തേക്കുള്ള ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വീണ സേവ്യർ അവതരിപ്പിച്ചു. കാർഷിക മൃഗസംരക്ഷണ മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുൻഗണന നൽകുന്നതാണ് ബജറ്റ് എന്ന് അവതരിപ്പിച്ചതിന് ശേഷം അറിയിച്ചു. പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭ വൃദ്ധസദനത്തിന് അധിക സൗകര്യം ഒരുക്കൽ എന്ന പദ്ധതി പ്രകാരം ഗൃഹോപകരണങ്ങൾ വിതരണം ചെയ്തു. പുലിപ്പാറ പനങ്ങോട്ടേല സ്നേഹാലയത്തിലേക്ക് കട്ടിൽ, കസേര, കിടക്ക എന്നിവ നഗരസഭാ ചെയർപേഴ്സൺ CS ശ്രീജ കൈമാറി. തൃശൂർ കൊരട്ടി പഞ്ചായത്തിൽ ശുചിത്വ സന്ദേശ പദയാത്ര നടത്തി. 2025 മാർച്ച് 31 കേരള സംസ്ഥാനം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായാണ് പദയാത്ര സംഘടിപ്പിച്ചത്. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു ക്യാപ്റ്റനായ ജാഥ തൃശൂർ ജില്ലാ നവകേരള ശുചിത്വ മിഷൻ ഡയറക്ടർ ദ്വീതിക C ഉദ്ഘാടനം ചെയ്തു. ലോക വദനാരോഗ്യ ദിനത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. തൃശൂർ ജനറൽ ആശുപത്രി അങ്കണത്തിൽ ചേർന്ന യോഗം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മെഡിക്കൽ ഓഫീസിൻ്റെയും നാഷണൽ ഹെൽത്ത് മിഷൻ്റെയും ജനറൽ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പരിപാടികൾ. ലോക സന്തോഷ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നെടുമങ്ങാട് പഴയ തലമുറയുടെയും പുതിയ തലമുറയുടെയും സംഗമം സംഘടിപ്പിച്ചു. കുടുംബശ്രീയും ജില്ലാ മിഷനും നെടുമങ്ങാട് നഗരസഭാ കുടുംബശ്രീ CDSഉം സംയുക്തമായാണ് പരിപാടി നടത്തിയത്. ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ CS ശ്രീജ ഉദ്ഘാടനം ചെയ്തു. കരസേനയിൽ 2025-2026 അഗ്നിവീർ റിക്രൂട്ട്മെൻറ്റിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. 8ാം ക്ലാസ്, 10ാം ക്ലാസ്, 12ാം ക്ലാസ് യോഗ്യത എന്നിവ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി, അഗ്നിവീർ ടെക്നിക്കൽ, അഗ്നിവീർ ട്രേഡ്മാൻ എന്നീ വിഭാഗങ്ങളിലേക്കാണ്
സെലക്ഷൻ. അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരമുള്ളത്. ഏപ്രിൽ 10 അപേക്ഷ നൽകാനുള്ള അവസാന തീയതി. സംസ്ഥാനത്ത് 3 ദിവസം ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും ശനിയാഴ്ച പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും ഞായറാഴ്ച മലപ്പുറം, വയനാട് ജില്ലകളിലും ചില പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രമുഖ നടി ഭാവനയുടെ തമിഴ് ചിത്രം ദി ഡോറിൻ്റെ സെൻസറിംഗ് പൂർത്തിയായി. ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത്. ഭാവനയുടെ സഹോദരൻ ജയ്ദേവ് സംവിധാനം ചെയ്യുന്ന ചിത്രം ജൂൺ ഡ്രീംസ് സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ നവീൻ രാജനാണ് നിർമ്മിക്കുന്നത്. ഈ മാസം 28 ചിത്രം പ്രദർശനത്തിലെത്തും. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്യുന്ന എമ്പുരാൻ എന്ന ചലച്ചിത്രത്തിൻ്റെ രാജ്യം മുഴുവനുമുള്ള ബുക്കിംഗ് ഓൺലൈൻ സൈറ്റുകളിൽ ആരംഭിച്ചു. നിമിഷ നേരം കൊണ്ട് ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞതോടെ പല തിയേറ്ററുകളിലും ഹൗസ്ഫുള്ളായി. ബുക്കിംഗ് ആരംഭിച്ച് 1 മണിക്കൂർ തികയും മുമ്പേ 28,000-ൽ കൂടുതൽ ടിക്കറ്റുകളാണ് വിറ്റത്. കുഞ്ചാക്കോ ബോബൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ചിത്രമായ ഓഫീസർ ഓൺ ഡ്യൂട്ടി OTT-യിൽ വരുന്നു. നെറ്റ്ഫ്ലിക്സിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചത്. തിയേറ്ററിൽ മികച്ച പ്രതികരണം നേടിയതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ OTT റിലീസിനായി പ്രേക്ഷകരിൽ പലരും കാത്തിരിക്കുകയായിരുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലും ചിത്രം കാണാൻ സാധിക്കും. മലയാളത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് 3D ആനിമേഷൻ സിനിമ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലവ്ലിയുടെ 2ാമത്തെ ഗാനം പുറത്തിറങ്ങി. സുഹൈൽ കോയ എഴുതിയ വരികൾക്ക് വിഷ്ണു വിജയ് സംഗീതം പകർന്ന് കപിലൻ, വിഷ്ണു വിജയ് എന്നിവർ ആലപിച്ച ഗാനമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഏപ്രിൽ 4 പ്രദർശനത്തിനെത്തുന്ന ചിത്രത്തിൽ യുവതാരം മാത്യു തോമസാണ് പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ക്രിക്കറ്റ് ആരാധകരിൽ പലരും കാത്തിരിക്കുന്ന IPLന്റെ 18ാം സീസണിന് നാളെ കൊൽക്കത്തയിൽ തുടക്കമാകും. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്ത ഈഡൻ ഗാർഡനിലാണ് മത്സരം. അടിമുടി മാറിയാണ് ടീമുകൾ IPLലെ 18ാം സീസണ് ഒരുങ്ങുന്നത്. ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റത്തിനൊരുങ്ങി ICC. വലിയ വിജയങ്ങൾക്ക് ഇനി മുതൽ ബോണസ് പോയിന്റ് സമ്പ്രദായം ഏർപ്പെടുത്താനാണ് ICCയുടെ ആലോചന. വിദേശ പരമ്പരകളിലെ വിജയങ്ങൾക്ക് അധിക പോയിന്റ് നൽകുന്ന സമ്പ്രദായവും ICCയുടെ പരിഗണനയിലാണ്. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി ക്രിസ്റ്റി കോവൻട്രിയെ തെരഞ്ഞെടുത്തു. 97-ൽ 49 വോട്ട് നേടിയാണ് ക്രിസ്റ്റിയുടെ വിജയം. IOC അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണ് ഇവർ. ആഫ്രിക്കൻ വൻകരയിൽ നിന്ന് IOC തലപ്പത്ത് ഒരാൾ എത്തുന്നതും ഇതാദ്യമായിട്ടാണ്. യുവേഫ നാഷൻസ് ലീഗ് ആദ്യപാദ ക്വാർട്ടർ ഫൈനലിൽ പോർച്ചുഗലിനെ തകർത്ത് ഡെൻമാർക്കിന് ജയം. എതിരില്ലാത്ത 1 ഗോളിനാണ് ഡെൻമാർക്കിന്റെ ജയം. 78ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം റാസ്മസ് ഹോളണ്ടാണ് ഡെൻമാർക്കിന് വേണ്ടി വിജയ ഗോൾ നേടിയത്. കൊളംബിയക്കെതിരായ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിന് ആശ്വാസ ജയം. 1-2 ഗോളുകൾക്കാണ് ബ്രസീലിന്റെ ജയം. ഇഞ്ചുറി ടൈമിൽ വിനീഷ്യസ് ജൂനിയറിന്റെ ഗോളിലാണ് ബ്രസീൽ ജയം നേടിയത്. മത്സരത്തിന്റെ 6ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റിയിലൂടെ റഫീഞ്ഞോയാണ് ബ്രസീലിനായി ആദ്യ ഗോൾ നേടിയത്. ഈ വിജയത്തോടെ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ പോയിന്റ് പട്ടികയിൽ ബ്രസീൽ അർജന്റീനയ്ക്ക് താഴെ 2ാം സ്ഥാനത്തെത്തി. IPL 18ാം പതിപ്പിലെ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ സൂര്യകുമാർ യാദവ് നയിക്കും. കഴിഞ്ഞ സീസണിൽ കുറഞ്ഞ ഓവർ നിരക്കിനെ തുടർന്ന് നായകനായിരുന്ന ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ മുംബൈക്കായി കളിക്കാൻ കഴിയില്ല. ഇതോടെയാണ് സൂര്യകുമാർ മുംബൈ ഇന്ത്യൻസിനെ നയിക്കാനൊരുങ്ങുന്നത്. സമാപിക്കുന്നു അതിവേഗ വാർത്ത.